50 നോമ്പ് കഴിഞ്ഞവാറേ മനസ്സങ്ങു താനേ തുറന്നു വന്നു. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ക്രിസ്ത്യൻസ് കൊഴുക്കട്ട ശനി ആചരിക്കുന്ന ദിവസമാണ്. അപ്പം ഞാൻ ഓർത്തു കൊഴുക്കട്ട ശനിയുടെ കുറച്ച് ഹിസ്റ്ററി പറയാമെന്ന്. കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾ വലിയ നോമ്പിന്റെ 40-ാം ദിവസമാണ് കൊഴുക്കട്ട ശനി ആചരിക്കുന്നത്. ഓശാന ഞായറിന് തൊട്ടുമുമ്പുള്ള ശനിയാഴ്ചയാണ് ഇത് വരുന്നത്. ഇതിനെ ലാസറിന്റെ ശനി എന്നും അറിയപ്പെടുന്നു. ഈശോയുടെ പരസ്യജീവിത കാലത്ത് മരിച്ച ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തിന്റെ അനുസ്മരണമാണിത്. തന്റെ കുരിശുമരണത്തിന് 6 ദിവസം മുമ്പ് യേശു ലാസറിന്റെ ഭവനത്തിലെത്തിയപ്പോൾ ലാസറിന്റെ സഹോദരിമാരായ മർത്തയും മറിയവും യേശുവിനായി തയ്യാറാക്കിയ വിരുന്നിന്റെ പ്രതീകമായാണ് ഈ പലഹാരം കരുതപ്പെടുന്നത്. കേരളത്തിലെ ക്രൈസ്തവ വീടുകളിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് ഒരു പ്രധാന ചടങ്ങാണ്. സാധാരണമായി ഒറ്റ സംഖ്യയിൽ ഓഡ് നമ്പേഴ്സിലാണ് കൊഴുക്കട്ടകൾ ഉണ്ടാക്കുന്നത്. വലിയ നോമ്പിന്റെ കഠിനമായ ഉപവാസം പൂർത്തിയാക്കി പീഡാനുഭവ വാരത്തിലേക്ക് അഥവാ ഹോളി വീക്കിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ഒരുക്കമാണിത്. വെറുതെ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് മാത്രമല്ല കൊഴുക്കട്ട ശനി. ഇത് കുടുംബ ബന്ധങ്ങൾ പുതുക്കുന്നതിനും ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുന്നതിനുമുള്ള ഒരു വിശ്വാസാനുഷ്ഠാനവുമാണ്. കേരളീയ തനിമയും ക്രൈസ്തവ വിശ്വാസവും ഒത്തുചേരുന്ന സുന്ദരമായ ഒരു പാരമ്പര്യമാണിത്. അപ്പോൾ എല്ലാവർക്കും കൊഴുക്കട്ട ശനിയുടെ ആശംസകളും പ്രാർത്ഥനകളും. ഹോളി വീക്കിലേക്ക് നിങ്ങൾ എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചു തുടങ്ങാം.